ലക്ഷ്മി ചേച്ചിയുടെ ഇന്നലത്തെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. കണ്ടു അതൊക്കെ നുണ പറയണ. അവൾ അങ്ങനെയൊന്നും പറഞ്ഞു കാണൂല. അവൾക്ക് ബോധമില്ലായിരുന്നല്ല പറയണത്. എന്തോ നമുക്കൊരു മോനേ ഉള്ളൂ, ഒരു മോളാണ്. അവളാണെങ്കിൽ സുഖമില്ലാത്തവളായിരുന്നു. അവളും മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾക്ക് രണ്ടു മക്കളും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി. ലക്ഷ്മി പറയാത്തത് ബാലു എന്നത് കലാകാരൻ മാത്രമല്ല സ്വർണ്ണക്കടത്തുകാരൻ ആണെന്നുള്ള ഒരു പേരോടെ. അങ്ങനെ പേര് വന്നാൽ വരട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേര് വരണം. അവർ കലയൊന്നും അല്ല സ്നേഹിച്ചിരുന്നത്. ഒരു ആർട്ടിനോടുള്ളൊരു സ്നേഹമൊന്നും ആയിരുന്നില്ല. പിന്നെ അവനോട് അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതും അറിഞ്ഞൂടാ. പൊതുവേ അവനൊരു നെഗ്ലിജൻ്റ് ആറ്റിറ്റ്യൂഡാണ് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. എന്താ നമുക്കറിഞ്ഞില്ല. ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു പ്രശ്നമായിരുന്നു എല്ലാം കൊണ്ടും. അവൻ്റെ ജീവിതമേ എങ്ങനെയായിരുന്നു. ലക്ഷ്മി ചേച്ചി സാറിനെ വിളിച്ച് സംസാരിക്കാറില്ല. അവർക്കൊരു താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാൻ. ഈ പറഞ്ഞ പോലെ അവോയ്ഡ് ചെയ്യാണ്. എന്താണ് കാര്യമെന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് നമ്മുടെ മോൻ പോയി തിരിച്ച് കിട്ടാനും പോണില്ല. ലക്ഷ്മി ചേച്ചി ആരെങ്കിലും ഭയക്കുന്നതായിട്ട് തോന്നുന്നു? അവർക്ക് ആരെയും ഭയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേടിയൊന്നുമില്ല എന്നാണ്. എന്തിനു പേടിക്കണേ? ഈ വിഷ്ണു എന്ന് പറഞ്ഞവൻ ഫൈനാൻഷ്യൽ മാനേജർ എന്നും പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. മറ്റവൻ പ്രോഗ്രാമിലേക്ക് മാനേജർ എന്നും പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. രണ്ടും ഈ സ്വർണ്ണ കള്ളക്കടത്തുകാർ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ്. ബാലുച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് ബാലുച്ചേട്ടൻ്റെ ഫോൺ തമ്പിയുടെ കയ്യിലായിരുന്നു എന്ന് ആണ്. ഇവനാണ് കൂടുതലും ആ ഫോൺ ഉപയോഗിച്ചിരുന്നത്. കാരണം ബാലു പ്രോഗ്രാമിന് കയറുമ്പോഴൊക്കെ ഫോൺ ഇവൻ്റെ ഇല്ലാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ കള്ളത്തരം ഉള്ളതെന്ന് അറിഞ്ഞത്. ആക്സിഡൻ്റ് ആയി കിടന്ന സമയത്ത് അവൻ്റെ വാലറ്റ്, ലോക്കറിൻ്റെ താക്കോല്, ഫോൺ ഇതൊക്കെ തമ്പിയാണ് വാങ്ങിച്ചുകൊണ്ടുപോയി. അവൻ്റെ ലോക്കറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ, സ്വർണം ഉണ്ടായിരുന്നോ, പൈസ ഉണ്ടായിരുന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഫോൺ ചോദിച്ചിട്ടും കൊടുത്തില്ല. അവർക്ക് എൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ പിന്നെ തരാം, ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ കയ്യിലിരിക്കട്ടെ, ചേച്ചി പറഞ്ഞ് എന്നോട് വെച്ചോളാൻ പറഞ്ഞു. അതൊക്കെ നുണ പറയണതാണ്. അവൾ അങ്ങനെയൊന്നും പറഞ്ഞു കാണൂല. കാരണം അവൾക്ക് ബോധമില്ലായിരുന്നല്ല പറയണേ. അതെ, ബാലുച്ചേട്ടൻ അറിയാതെ തന്നെ അർജുൻ കാറിൽ സ്വർണം കിടത്തുന്നുണ്ടായിരിക്കുമല്ലേ? എന്തുണ്ടായിരുന്നിരിക്കാം. അവൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെ. ആ വണ്ടിക്കകത്ത് ഈ സാധനം വെച്ചിട്ട് ആരെങ്കിലും ചേസ് ചെയ്ത് കാണും ചിലപ്പോൾ. ഇത് ലക്ഷ്മി പറയണത് പോലെ പ്ലാന്റ് ഒന്നും അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം എന്തോ ഒരു ഇൻ്റർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. എത്ര സ്പീഡ്, 110 കിലോമീറ്റർ സ്പീഡിലൊക്കെ സാധാരണഗതിയിൽ ഈ രാത്രി ഒരു കൊച്ചിനെയും കൊണ്ട് അങ്ങനെ വരേണ്ട കാര്യമില്ല അവന്. അപ്പം അവൻ പക്ക ക്രിമിനൽ തന്നെയാണ്. അതിന് യാതൊരു തർക്കമൊന്നുമില്ല. സോബി പറയുന്നത് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് യാതൊരു പ്രസക്തി ഇല്ല. ഓരോരുത്തരും ഓരോന്ന് പറയുന്നു. അയാൾ പറയണത് അയാൾക്ക് നമ്മളോട്ട് യാതൊരു പരിചയമൊന്നുമില്ല. കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക്. പിന്നെ അയാൾ പറയുന്നെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിഞ്ഞുകൂടാ. പിന്നെ ഒരു ആർട്ടിസ്റ്റാണ്. കള്ളം പറയാൻ അറിഞ്ഞുകൂടാ. ഇനി എങ്ങനെയാണെന്ന് ആരുടെ അകത്ത് കയറി നോക്കാൻ പറ്റും നമുക്ക് മനസ്സിൻ്റെ അകത്ത്. ശാന്തേവും ബാലുച്ചേട്ടനുമായിട്ട് എങ്ങനെയായിരുന്നു അടുപ്പം? കൊണ്ടുവന്നതേ ബാലുവല്ലേ. ഇഷാൻ എന്നൊക്കെ പറയണതിന് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് പാടിച്ചു കൊണ്ടുവന്നത്. ഒരു ആത്മാർത്ഥമുള്ളവനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ലക്ഷ്മിയായിട്ട് ഇഷാൻ ദേവിന് ഭയങ്കര അടുപ്പമായിരുന്നു. ഒരു നല്ല സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് മ്യൂസിക് അവൻ ചെയ്തിട്ടിരുന്നു കമ്പ്യൂട്ടറിൽ. അതൊക്കെ ഇവൻ കൊണ്ടുപോയി കാണും. എല്ലാവർക്കും മഴവിൽ കേരളത്തിലേക്ക് സ്വാഗതം. 6 വർഷമായി തൻ്റെ മകൻ്റെ കേസിന് പുറകെ പോകുന്ന ഒരു അച്ഛൻ ഇന്നും കേസ് തെളിയാതിരിക്കുന്നു. ഇനിയും കേസ് തെളിയുന്നിടം വരെ പോരാടുമെന്ന് പറയുന്ന ഒരു അച്ഛൻ, KC ഉണ്ണി സാർ, ബാലുച്ചേട്ടൻ്റെ അച്ഛൻ. നമസ്കാരം ഉണ്ണി സാർ. നമസ്കാരം. ബാലുച്ചേട്ടൻ്റെ മരണത്തിലെ ദുരൂഹത തെളിയിക്കാൻ വേണ്ടി അച്ഛൻ 6 വർഷം കൊണ്ട് പോരാടുകയാണ്. അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് സംശയമാണെന്ന് തോന്നി. ആ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ CBI വന്ന് 2 പ്രാവശ്യം അന്വേഷിച്ചിട്ട് പോയി. അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് പറയണത്. ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറയണത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
ലക്ഷ്മി ചേച്ചിയുടെ ഇന്നലത്തെ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. കണ്ടു. അതിൽ ലക്ഷ്മി ചേച്ചി ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് ആക്സിഡൻറ്റ് മാത്രമാണെന്ന്. ഈ പറയുന്ന പോലെ അവരെ ആരും ആക്രമിക്കാൻ ചെന്നിട്ടില്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ആ സമയത്ത് ബോധം ഉണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. ആരെങ്കിലും ആക്രമിക്കാൻ വരുന്ന ടൈമായിരുന്നെങ്കിൽ ബാലുച്ചേട്ടൻ തിരുവനന്തപുരത്തുള്ള ഫ്രണ്ട്സിനെ വിളിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയായിരിക്കും, നമുക്കറിഞ്ഞിട്ടില്ല, നമ്മളതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അവൾ കൂടെ ഉണ്ടായിരുന്നതല്ലേ. അപ്പം അച്ഛനും അമ്മയും ആണ് ഈ ഒരു കേസിന് തൃപ്തിയല്ലാത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെ, അതിപ്പോൾ നമ്മളിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് സംശയം തോന്നി മറ്റേ അതിനുള്ള ന്യായീകരണങ്ങളും ഉണ്ട് നമുക്ക്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് മാഫിയ ഇവൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഒരു തമ്പിയും ഒരു വിഷ്ണു. അവരൊരുപാട് പൈസ ഇവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വിഷ്ണു തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഒരുപാട് രൂപ, 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അവന് മരിച്ചതിന് ശേഷം പറഞ്ഞു അത് ലക്ഷ്മിക്ക് കുറേശ്ശെ കൊടുക്കും. അപ്പോൾ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞറിഞ്ഞാൽ അത്രയേ ഉള്ളൂ. വിഷ്ണു 50 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവൻ തന്നെ സമ്മതിച്ചതാണ്. വിഷ്ണു തന്നെ സമ്മതിച്ചതാണ്. ഇപ്പൊ ലക്ഷ്മി ചേച്ചി ഇന്റർവ്യൂവിൽ പറയുന്നില്ല എന്തോ അവരെക്കുറിച്ച്, വിഷ്ണുവിനെ കുറിച്ചും പിന്നെ തമ്പിയെക്കുറിച്ചൊന്നും ലക്ഷ്മി പറയുന്നേ ഇല്ലല്ലോ. അല്ല, പറയുന്നുണ്ട് ആകെ 1 വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ വിഷ്ണുവായിട്ടെന്ന്. അങ്ങനെ ഒരാൾക്ക് 50 ലക്ഷമൊക്കെ കൊടുക്കേണ്ടി അറിഞ്ഞൂടാ എങ്ങനെയാണ് കൊടുത്തു തന്നെയാണ് പറയണേ. അവൻ പറഞ്ഞാണോ? അതായത് ബാലുച്ചേട്ടന് നേരത്തെ അറിയായിരുന്നു ഈ വിഷ്ണു ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെന്ന്. അങ്ങനെയുള്ള ഒരാൾക്ക് 50 ലക്ഷം വരെയൊക്കെ ആരെങ്കിലും കൊടുക്കുമോ? നമുക്ക് അതിനെക്കുറിച്ചൊന്നും എൻ്റെ ലോജിക്കൊന്നും അറിഞ്ഞൂടാ. ഇങ്ങനെ കൊടുത്തു എന്നാണ് അറിവ്. എപ്പോഴെങ്കിലും വിഷ്ണുവിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ആദ്യം കുറച്ച് ദിവസമൊക്കെ മരിച്ച ഉടനെ തന്നെ ഇവിടെ വരുമായിരുന്നു. പിന്നെ അവൻ ആശുപത്രി കിടന്നപ്പോൾ അവിടെ വരുമായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. ഇല്ലാതെ ഈ വേറെ ഒന്നുമില്ല. അവനൊക്കെ ഈ മാനേജർ എന്നും പറഞ്ഞ് കൂടെ നടക്കുന്നത്. ഈ വിഷ്ണു എന്ന് പറയുന്നവൻ ഫൈനാൻഷ്യൽ മാനേജർ എന്നും പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. മറ്റവൻ പ്രോഗ്രാമിലേക്ക് മാനേജർ എന്നും പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. രണ്ടും ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ തന്നെയാണ്. അവർ രണ്ടുപേരെയും മറ്റേ കസ്റ്റംസുകാർ പിടിച്ചു. പിന്നെ ഈ DRIക്കാർ കുറേ ആൾ ജയിലിലിട്ടിരുന്നു. കോഫി പീസ് അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന രണ്ടുപേരും വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ്. ഈ ബാലുച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് ബാലുച്ചേട്ടൻ്റെ ഫോൺ തമ്പിയുടെ കയ്യിലായിരുന്നു എന്ന് ലക്ഷ്മി ചേച്ചി പറയുന്നുണ്ടായിരുന്നു. ആണോ? അതിലൊന്നും ഡിലീറ്റ് ആക്കാനോ മറച്ചു വെക്കാനോ ഇല്ലാത്തത് കൊണ്ടാണ് ഫോൺ കൊടുത്തതെന്നും ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ കേസ് വന്നതെന്നൊക്കെ ലക്ഷ്മി ചേച്ചി പറയുന്നുണ്ടായിരുന്നു. ഈ ഫോൺ ഇവൻ്റെ ഫോണിൻ്റെ അടുത്ത് അവൻ വയ്ക്കണേ എന്തിനാ? ഇവൻ്റെ ബാലുവിൻ്റെ ഫോൺ ഇവനാണ് കൂടുതലും ആ ഫോൺ ഉപയോഗിച്ചിരുന്നത്. കാരണം ബാലു പ്രോഗ്രാമിന് കയറുമ്പോഴൊക്കെ ഫോൺ ഇവൻ്റെ ഇല്ലാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അടുപ്പ് കള്ളത്തരം ഉള്ളതെന്ന് അറിഞ്ഞില്ല. ഇവന്മാർ ഈ സ്മഗ്ലേഴ്സും അതുപോലുള്ള ഈ കള്ളത്തരം ഏർപ്പെട്ട ആളുകളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ വിചാരിക്കുന്നു, നമുക്കൊരു ഐഡിയ ഇല്ല. ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് ലക്ഷ്മി ചേച്ചി സാറിനെ വിളിച്ച് സംസാരിക്കാറില്ല. ബാലു മരിച്ചതിന് ശേഷം 1-2 പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാൻ. ഈ പറഞ്ഞ പോലെ അവോയ്ഡ് ചെയ്യുകയാണ്. എന്താണ് കാര്യമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അവരോട് നമ്മൾ ഒരിക്കലും വൈരാഗ്യമായിട്ട് പെരുമാറിയിട്ടൊന്നുമില്ല. എനിക്ക് ദേഷ്യവുമില്ല, വഴക്കം ഉണ്ടായിട്ടില്ല. ലക്ഷ്മി ചേച്ചി പറയുന്നത് ആ ചേച്ചിക്ക് ആ സമയത്ത് ബ്രെയിനിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആക്സിഡൻ്റ് ആയ സമയത്ത് ബ്രെയിൻ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാനസികമായിട്ടും ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. കറക്റ്റ് സമയത്ത് മൊഴികളെല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. മിണ്ടാതിരുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, എല്ലാവർക്കും മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾ. അതിൽ കള്ളമൊന്നും കാണാൻ സാധ്യതയില്ല. പിന്നെ 1-2 പേരൊക്കെ ഈ തമ്പിയെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് മനസ്സിലാവാത്ത എന്താണ്. തമ്പി എപ്പോഴെങ്കിലും ഈ വീട്ടുകാരുമായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ബാലു മരിച്ച ഇടയ്ക്കൊക്കെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത്ര തന്നെ. പിന്നീട് തമ്പിയായിട്ട് ഒരു ബന്ധവും ഈ വീടിനില്ലായിരുന്നു. ഇല്ല. എന്തുകൊണ്ടായിരിക്കും ലക്ഷ്മി ചേച്ചി 6 വർഷം മിണ്ടാതിരുന്നിട്ട്? അവർക്ക് നമ്മളോട് ഈ കല്യാണം പൊതുവെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇതിലായിരുന്നല്ലോ നടന്നത്. അതെ. അപ്പോൾ ഈ ഫാമിലീസ് തമ്മിലൊരു കോപ്പറേഷൻ ഒന്നുമില്ല. അവരുടെ ഫാമിലി നമ്മുടെ ഫാമിലി ആയിട്ടൊന്നൊരു കോപ്പറേഷൻ ഒന്നുമില്ല. ഈ കഴിയുന്നിടത്തോളം ബാലു ജീവിച്ചിരുന്നപ്പോൾ ഞാൻ പോവുമായിരുന്നു. അവൾ ഇങ്ങോട്ട് വരാറൊന്നുമില്ല, അവൻ കൊണ്ടുവരാറില്ല എന്നാണ് അവൾ പറയണത്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞത് ബാലു 1 പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളൂ.
അന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. ഞാനെന്നും പോവും, മിക്കവാറും പോവും അവരുടെ വീട്ടിൽ. അമ്മയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ലക്ഷ്മി ചേച്ചി ഇങ്ങോട്ട് വരാത്തതെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, ലക്ഷ്മി ചേച്ചി ഈ വീട്ടിലോട്ട് വന്നാൽ പ്രശ്നം ആവും എന്ന് ബാലുചേട്ടന് അറിയാവുന്നത് കൊണ്ടാണ് മാക്സിമം ലക്ഷ്മി ചേച്ചി ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ. ആയിരിക്കും ചിലപ്പോൾ, അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന് അതിൻ്റെ കണ്ടീഷൻ. അമ്മയ്ക്ക് ലക്ഷ്മി ചേച്ചിയെ കാര്യമായിരുന്നു. അങ്ങനെ എന്തോ അങ്ങനെ ഭയങ്കര സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കല്യാണം പൊതുവെ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്, അതിന് പല രീതിയിലാണ് പറയണം. ഒന്നാമത്തെ കാര്യം, അവർ കലയൊന്നുമല്ല സ്നേഹിച്ചിരുന്നത്. അവർക്ക് ഒരു ആർട്ടിനോടുള്ളൊരു സ്നേഹമൊന്നും ആയിരുന്നില്ല. പിന്നെ അവനോട് അവർക്ക് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതും അറിഞ്ഞൂടാ. പൊതുവേ അവനൊരു നെഗ്ലിജൻ്റ് ആറ്റിറ്റ്യൂഡാണ് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. അതൊക്കെ ഞാനിവിടെ വന്ന് ഇവരോട് പറയുന്നുള്ളതല്ലാതെ ഇവർക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു അവിടെ. കല്യാണത്തിന് ആദ്യമേ എതിർപ്പായിരുന്നല്ലേ ഇവിടെ എല്ലാവർക്കും? ഞാൻ പറഞ്ഞ ഒരു 2 കൊല്ലം കൂടി വെയിറ്റ് ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ അവർക്ക് അവളെ ഉടനെ കല്യാണം കഴിപ്പിച്ച് അയക്കും എന്നൊക്കെ പറഞ്ഞൊരു പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് ഇവനോടും പറഞ്ഞപ്പോൾ അവൻ കൈവിട്ട് പോകുമെന്ന് വിചാരിച്ചു. അവൻ കല്യാണം, അവൻ്റെ കൂട്ടുകാർ തിരുവല്ലം അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിപ്പിച്ചു. അതൊക്കെ നമ്മൾ പിന്നീടാണ് അറിയണത്. എന്തോ നമുക്കറിഞ്ഞില്ല, ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു പ്രശ്നമായിരുന്നു എല്ലാം കൊണ്ടും. അവൻ്റെ ജീവിതമേ എങ്ങനെയായിരുന്നു. കാരണം ഇവനെ പരിചയപ്പെടുത്തി കൊടുത്തത് ജോയി എന്ന് പറഞ്ഞ ഒരുത്തനാണ്, തമലം ജോയി. തമലൻ ജോയി ഇവിടെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇന്നലെയും വിളിച്ചിരുന്നു അല്ല, ഇന്റർവ്യൂ കണ്ടിട്ട് വിളിച്ചതാണോ? ആ. ലക്ഷ്മി ചേച്ചി ആരെങ്കിലും ഭയക്കുന്നതായിട്ട് തോന്നുന്നു? അറിഞ്ഞൂടാ, നമുക്കൊന്നും ഒരു പിടിയില്ല. എന്തിനു ഭയക്കണേ? അവർക്ക് ആരെയും ഭയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേടിയൊന്നുമില്ല എന്നാണ്. എന്തിനു പേടിക്കണേ? കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതാണ്. തമലൻ ജോയി സംസാരിച്ചതിന് ശേഷം വന്നിട്ടാണ് ലക്ഷ്മി ചേച്ചി ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്ന് രണ്ടുപേർക്കും എത്ര വയസ്സുണ്ടായിരുന്നു കല്യാണം കഴിക്കുന്ന സമയത്ത്? 21 കഴിഞ്ഞവനോ? 21 കഴിഞ്ഞതേ ഉള്ളായിരുന്നു അല്ലേ? അപ്പം ഒരു ദിവസം ഞാൻ യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായിരുന്നു. ബാലു ഇവളും കൂടി വന്നിട്ട് അവളാണ് സംസാരിച്ചത്. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ്, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെങ്കിൽ പിന്നെ എന്നോട് വന്ന് പറയണേ എന്തിനാ? കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ലക്ഷ്മി ചേച്ചിയും കൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു? ഒരു പ്രാവശ്യം വന്നു. പിന്നെ ഒരു മാറി താമസിക്കുമായിരുന്നു ചെയ്തത്? അല്ല, അപ്പം ആദ്യമേ മാറിയാണ് താമസിച്ചത്. അപ്പോൾ ഈ പൂജപ്പുര ഒരു വീട് പാളയത്ത് ഒരു മുതലാളിയാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ. അയാളുടെ അടുത്ത് ഞാനാണ് എഗ്രിമെൻ്റൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തു വീടെടുത്തത്. ആ ഒരു 21-ാമത്തെ വയസ്സിൽ ബാലുചേട്ടന് ഒറ്റയ്ക്കൊരു വീടെടുക്കാൻ വേണ്ടി നിൽക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നു? അതോ അന്നേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു? പ്രോഗ്രാമൊക്കെ അന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. 21-ാമത്തെ വയസ്സിൽ ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ എമൗണ്ട് ഒന്നും കിട്ടൂലായിരുന്നു. കഷ്ടിച്ച് വേണമെങ്കിൽ കഴിച്ചു കൂടാവുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാലും ഞാൻ സഹായിക്കാനുണ്ടായിരുന്നല്ലേ. ഞങ്ങൾക്ക് 2 പേർക്കും ശമ്പളം ഉണ്ടായിരുന്നു, എനിക്കും അവൻ്റെ അമ്മയ്ക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. അത് നമുക്കൊരു മോനേ ഉള്ളൂ. ഇപ്പോൾ ഒരു മോളാണ്, അവളാണെങ്കിൽ സുഖമില്ലാത്തവളായിരുന്നു. അവളും മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും 2 മക്കളും ഇല്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അങ്ങനെ പോയി. അന്നേ ആ സമയത്ത് ലക്ഷ്മിയുടെ വീട്ടുകാരെങ്ങനായിരുന്നു? ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലിയായിരുന്നു? അല്ലല്ല, ഫൈനാൻഷ്യലി ഭയങ്കര ഇതൊന്നും ആയിരുന്നില്ല. കഷ്ടിച്ച് കഴിഞ്ഞു കൂടാനുള്ള കാശൊക്കെ അങ്ങേർക്ക് കിട്ടിയിരുന്നു എന്നുള്ളൂ. അല്ലാതെ വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല. ബാലുചേട്ടൻ ജീവിതത്തിലേക്ക് ചെന്നതിന് ശേഷമാണ് അവർ ഫിനാൻഷ്യലി സെറ്റിൽ ആയത്. അത് ഒരുപാട് പൈസ അത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കി അവർക്ക് സഹായിച്ചിട്ടുണ്ടാവണം, പൈസ കൊടുത്തു കാണും. ഞാനും പറഞ്ഞിട്ടുണ്ട്, എതിർത്തിട്ടൊന്നുമില്ല ഒരിക്കലും. അവർക്ക് കാശ് കൊടുക്കരുത്, കാശ് മുഴുവൻ നീ എടുത്തോളണം. ഞാൻ അവൻ്റെ ഒന്നും വാങ്ങിക്കാറില്ലായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങേർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത് കാണുമായിരിക്കും. അവരെ രക്ഷപ്പെട്ടത് ബാലുചേട്ടൻ വഴിയാണല്ലേ എന്ന് ഞാൻ പറയുള്ളൂ. അവർ പറയുകയും ചെയ്തു. ബാലുവിൻ്റെ ഒരൊറ്റ അഡ്രസ്സ് ഉള്ളതുകൊണ്ടാണ് അവൻ്റെ ആ കല്യാണം കഴിച്ച്. ഇപ്പോൾ അവൻ അവളുടെ ആങ്ങളെ കല്യാണം കഴിച്ച് ആ കല്യാണം നടന്നത് തന്നെ ബാലുവിൻ്റെ അഡ്രസ്സിലാണ്. ആങ്ങളയ്ക്ക് ജോലി കിട്ടിയതും ചിലപ്പം ബാലുചേട്ടൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് എന്തോ അറിഞ്ഞൂടാ അതിനെക്കുറിച്ചൊന്നും നമുക്ക്. ബാലുചേട്ടൻ എവിടെയെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ വില്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉള്ളതൊക്കെ ആയിട്ട് അറിയുമോ? കുണ്ടമൺകടവിൽ ആ ഭാഗത്ത് അവനൊരു കുറച്ച് 7-8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യവട്ടത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, സൺ ഹോംസ്. അവൻ്റെ തന്നെ ഒരു വീട് വിജയമോഹിനി മില്ലിൻ്റെ അടുത്ത്.
LIC ലൈനിൽ 8 സെൻറ്റ് സ്ഥലവും ഒരു വീടും, അത് 3 കോടി വരെ വില പറഞ്ഞതാണ് ആ വീടിന്. അവന് കാശ് ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. എന്നാൽ ലക്ഷ്മിയുടെ പേരിൽ വാങ്ങിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അവൻ്റെ പേരിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് 2-3 സ്ഥലം. പിന്നെ ഇപ്പോൾ ആ വീടൊക്കെ വിഷ്ണുവാണ് കൊണ്ട് നടക്കണമെന്ന് തോന്നുന്നു. വീടല്ല, ആ ഫ്ലാറ്റ്, ആ താക്കോലൊക്കെ അവൻ്റെ കയ്യിലായിരുന്നു. അവനത് ദിവസ വാടകയ്ക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. കാര്യം ഈ വിഷ്ണുവും തമ്പി എന്ന് പറഞ്ഞാൽ മാക്സിമം ഇവനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് ഫൈനാൻഷ്യലായിട്ട്. ഞാൻ പറഞ്ഞു, അവൻ മറ്റേ അവിടെ ആക്സിഡൻ്റായി കിടന്ന സമയത്ത് അവൻ്റെ വാലറ്റ്, മറ്റേ ലോക്കറിൻ്റെ താക്കോല്, ഫോൺ, ഇതൊക്കെ തമ്പിയാണ് വാങ്ങിച്ചുകൊണ്ട് പോയി. അവൻ്റെ ലോക്കറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണം ഉണ്ടായിരുന്നോ, പൈസ ഉണ്ടായിരുന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഫോൺ ചോദിച്ചിട്ടും കൊടുത്തില്ല. അവർക്ക് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ഞാൻ പിന്നെ തരാം, ചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ചേച്ചി പറഞ്ഞ് എന്നോട് വെച്ചോളാൻ പറഞ്ഞു. അതൊക്കെ നുണ പറയണതാണ്. അവളങ്ങനൊന്നും പറഞ്ഞു കാണില്ല, കാരണം അവൾക്ക് ബോധമില്ലായിരുന്നെന്നല്ല പറയണേ. അതെ. പിന്നെ ഇവന്മാർ 2 പേരും പിന്നെ വേറെ ഒരു പാലക്കാട്ടൊരു ഫാമിലി, അവരൊക്കെ കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇവരെ ശരിക്കും മുതലാക്കി സുഖമായിട്ട്. ലക്ഷ്മിക്ക് ആണ് കൂടുതൽ സപ്പോർട്ട് പൊതുജനത്തിൻ്റെ, കാരണം ഒരു സ്ത്രീയാണല്ലോ, അതും ഭർത്താവ് മരിച്ച് മോള് മരിച്ച് ഒരു സ്ത്രീയാണ്. അപ്പോൾ അവൾക്ക് സപ്പോർട്ട് ന്യായമായും കിട്ടണം, അത് കിട്ടണമുണ്ട്. നമ്മളെയൊക്കെ ആര് മൈൻഡ് ചെയ്യണം? അതൊരു സിമ്പതി ആയിട്ട് എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. അവക്കാള് ഈ ഇവൻ്റെ മരണത്തിൽ റോളൊന്നുമില്ല, ഒന്നും ഉണ്ടാവണേ അങ്ങനെ. അപ്പോൾ അവനെ കൊന്നിട്ട് അവൾക്ക് എന്ത് കിട്ടാൻ? അന്ന് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നേർച്ചയ്ക്ക് പോകുമ്പം 80 പവനും ഇത്രയും പൈസയും കൊണ്ട് അതിപ്പോൾ ഞാൻ മറുപടി എന്ത് പറയാൻ, അവരെന്തിനു കൊണ്ടുപോയി എന്നുള്ളതൊക്കെ അവരോട് ചോദിച്ചാൽ എല്ലാം അറിയാൻ പറ്റും. തമ്പി പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഒരു അത്രയും എമൗണ്ടും സ്വർണമൊക്കെ എടുത്തത്. അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല, ഏതായാലും അത്രേ എനിക്ക് പറയാനുള്ളൂ. അച്ഛൻ ഈ കാര്യം എപ്പോഴെങ്കിലും ബാലിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമ്പിയെ കൂടെ നിർത്തുന്നത് നിനക്ക് അത്ര നല്ലതല്ല എന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അവന്, കാരണം നമുക്ക് ഈ എക്സ്പീരിയൻസ് ആണല്ലോ കാര്യങ്ങളൊക്കെ, ഈ വിവരങ്ങളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് അവൻ്റെ മരണശേഷമാണ്. മറ്റേതൊക്കെ അവനെ കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കും, പക്ഷെ ആൾ തട്ടിപ്പാണ്, കള്ളനാണ്, സ്മഗ്ലറാണ് എന്നുള്ളതൊക്കെ നമ്മളിപ്പോഴെല്ലാം അറിയണം. കുറേ നാൾ അകത്ത് കിടക്കുകയും ചെയ്ത് 5-6 മാസം. ഇപ്പം ബാലുച്ചേട്ടന് ഡ്രൈവറെ ഇപ്പൊ കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചിട്ടുണ്ട്. അച്ഛൻ ആ കേസ് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞെങ്ങനെ മീഡിയ കൂടി അറിഞ്ഞു. കാരണം അവൻ സ്വർണം പൊട്ടിക്കൽ. അതെ. അതായത് സ്കൂട്ടറിൽ പോയ ഒരാളെ ഇവൻ വണ്ടി കൊണ്ട് ഇടിച്ചിട്ട് സ്വർണം 2-3 കിലോ സ്വർണം എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു, ജ്വല്ലറിക്കാരന്. അവൻ നേരത്തെ ക്രിമിനൽ ആണല്ലോ, പണ്ടേ ഒരു ATM കേസിലൊക്കെ പെട്ടിട്ടുണ്ട്. ഇപ്പം അവൻ അകത്താണെന്ന് തോന്നുന്നു, അത് ജാമ്യം കിട്ടിയാന്ന് അറിഞ്ഞൂടാ. അതൊരു ചെറിയ സൂചനയായിട്ട് അച്ഛന് തോന്നുന്നുണ്ട്. കാരണം 6 വർഷത്തിന് ശേഷം ബാലുച്ചേട്ടൻ ഇങ്ങനെ കാര്യമായിട്ട് കൊണ്ടു നടന്ന ഒരാള് ഇപ്പം ഇതേപോലെ സ്വർണം പൊട്ടിക്കൽ കേസിൽ വന്നപ്പം ഇത് ഈ ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഒരു 6 വർഷത്തിന് ശേഷം വന്ന ഒരു കേസൊന്നും ആയിരിക്കില്ല. ഇവൻ്റെയൊക്കെ സ്ഥിരം ഏർപ്പാടുമായിരിക്കും. അവനൊരു വെൽ ട്രെയിൻഡ് ഡ്രൈവറാണ്. ഇതിന് വേണ്ടിയായിട്ട് ട്രെയിനിങ് സ്വയം ചെയ്തതോ ആരോ കൊടുത്തതോ ആയിട്ടുള്ളൊരു ഡ്രൈവറാണ്. ഇവൻ്റെയൊക്കെ സ്ഥിരം പരിപാടിയാണത്. ഈ മറ്റേ മോഷണം, പിടിച്ചുപറി, പൊട്ടിക്കൽ, തട്ടിക്കൽ, വെട്ടിക്കലൊക്കെ. അപ്പം ഇപ്പം നമ്മളെന്ത് പറയാനോ? ഇങ്ങനെയുള്ള ഒരാളെ എന്തിനായിരിക്കും ബാലുച്ചേട്ടൻ ഡ്രൈവർ? അത് അവൻ ട്രാപ്പ് ചെയ്താണ്. അവനെ പരിചയമുള്ളൊരു വീട്ടിൽ ചെർപ്പളശ്ശേരിയിൽ ഒരു ആയുർവേദ റിസോർട്ട് വരെ ഫ്രണ്ട്സാണ്, ഭയങ്കര. അത് ഇന്നലെ ലക്ഷ്മി പറഞ്ഞല്ലോ. അയാൾ വഴി ഒരു ആയുർവേദ വൈദ്യനാണ്, അയാൾ വഴി അയാളുടെ അനന്തരവനാണ് അവൻ. പരിചയപ്പെടുത്തി ഇവന് നന്നാക്കാൻ വേണ്ടി വിട്ടതാണ് ഇങ്ങോട്ട്. അവിടെ ATM കേസിലും വേറെ 2-3 കേസിലൊക്കെ ഇടപെട്ടിരുന്നതാണ് അവൻ. അപ്പോൾ ഇവൻ ബാലുവിൻ്റെ കൂടെ പോയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു നന്നായി വരും എന്നും പറഞ്ഞുകൊണ്ട് അയച്ചാണെന്നാണ് പറയണേ. ഇന്നലെ അവൾ പറഞ്ഞല്ലോ ഇൻ്റർവ്യൂവിൽ. ചിലപ്പോൾ ഇനി ആരെങ്കിലും മനഃപൂർവ്വം അയച്ചതായിരിക്കും, 1 വർഷം കൂടെ നിന്ന് വിശ്വസ്തത പിടിച്ചു പറ്റിയിട്ട്. എന്താ ഒരു പിടിയില്ല, നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല. നമുക്ക് നമ്മുടെ മോൻ പോയി തിരിച്ച് കിട്ടാനും പോണില്ല. പിന്നെ ഈ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, നമ്മൾ മുഖത്ത് നോക്കി ഇല്ല ഞാൻ ഒന്നും സംസാരിക്കില്ല എന്നൊക്കെ പറയണേ എങ്ങനെ? ഈ കാറ് ആക്സിഡൻ്റ് ആയ ടൈമിൽ ഡ്രൈവർക്കൊന്നും പറ്റിയിട്ടില്ല, പറയുന്ന ലക്ഷ്മിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, ബാലുച്ചേട്ടനും മൂക്കും മാത്രമാണ് പറ്റിയത്. അന്ന് ആ കാറിൽ തമ്പി ഉണ്ടായിരുന്നില്ല, തമ്പിക്കും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഇത് വലിയൊരു ഇന്നോവയിലാണ് പോയത്. ഒരു ബെൻസ് കാറുണ്ടായിരുന്നു അവർക്ക്.
ചെറിയത്. അതിനകത്ത് പോയ ഇന്നോവയിൽ ഒരുപാട് പേര് കയറും. ഇപ്പോൾ ഈ ഇവർ പറയുകയാണ് ഇവർ രണ്ടുപേരും കൂടി പോയതാണെന്ന്. ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് വേറെ ആളുകൾ ഉണ്ടായിരുന്നിരിക്കും. ഈ തമ്പിയോ വിഷ്ണുവോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ ഇല്ലയോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടില്ല. അതിനാകെ സാക്ഷി ഈ ലക്ഷ്മി മാത്രമേ ഉള്ളൂ. അത് പറയണത് വിശ്വസിക്കാന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഇന്ന് വേറെ ആൾക്കാരുണ്ടെന്നുള്ളൊരു സംസാരവും ലക്ഷ്മി ചേച്ചി സംസാരിച്ചിട്ടില്ല. വണ്ടിയിൽ ഇവര് മാത്രമായിരുന്നു ഉള്ളതെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതെ, അപ്പം നമ്മളെന്ത് പറയാനാ, നമ്മളില്ലായിരുന്നു അവിടെ, സാക്ഷിയല്ല, ഒന്നും അറിഞ്ഞും കൂടാ. ഈ പറഞ്ഞു കേട്ടുള്ള അറിവേക്കാളുള്ളൂ നമുക്ക്. ഇതൊരു പ്ലാനഡ് ആക്സിഡന്റ് ആയിട്ട് അച്ഛന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ കേസ് കൊടുത്തത്. ലക്ഷ്മി ചേച്ചി പറയുന്നുണ്ട് അങ്ങനെ ഒരു ആക്സിഡന്റ് ചെയ്യിപ്പിച്ച് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഭർത്താവിനെയും കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നു. അല്ല, മരിക്കാൻ വേണ്ടി നടത്തിയ ആക്സിഡന്റ് ഒന്നും ആയിരിക്കില്ല. ഇനി പോയപ്പോൾ ആക്സിഡന്റ് പറ്റി, അത്രേ ഉള്ളൂ. സോബി പറയുന്നത് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? സോബി കണ്ട കാര്യങ്ങളെല്ലാം ആക്രമിക്കാനായിട്ട് ആള് വരുന്നതും ബാലുച്ചേട്ടനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അടിക്കുന്നതായിട്ടൊക്കെ സോബി കണ്ടു. നമുക്ക് നമ്മുടെ വിശ്വാസത്തിന് യാതൊരു പ്രസക്തി ഇല്ലല്ലോ. ഓരോരുത്തരും ഓരോന്ന് പറയുന്നു. ഇപ്പം നമ്മളെന്ത് പറയാനായാലും മറുപടി ഒന്നും പറയാനില്ല. നമ്മൾ സാക്ഷിയല്ല, അവിടെ ഇല്ലായിരുന്നു. അപ്പം അയാൾ പറയണത് അയാൾക്ക് നമ്മളോട്ട് യാതൊരു പരിചയമൊന്നുമില്ല, കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല അയാൾക്ക്. പിന്നെ അയാൾ പറയുന്നെങ്കിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിഞ്ഞൂടാ. അച്ഛന് വിശ്വാസം തന്നെയാണോ സോബിയെ? എനിക്ക് അയാൾ വിശ്വാസക്കുറവൊന്നുമില്ല. ആ ഒരു ആക്സിഡന്റ് നടന്ന സമയം തൊട്ട് ഈ നിമിഷം വരെ സോബി ഈ വീട്ടുകാരിയായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം വിട്ടു നിൽക്കുകയോ അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോവുകയോ നിന്നിട്ടില്ല. കണ്ട കാര്യം അതേപോലെ സോബി പറയുന്നുണ്ട്, ഒരു മാറ്റവും വരുത്താതെ. അച്ഛനും അതേപോലെ തന്നെയാണോ സോബി കാണുന്നത്? സോബി കള്ളം പറയില്ല, സോബി കണ്ടത് കറക്റ്റ്. കള്ളം പറയേണ്ട കാര്യമില്ല. കാരണം ഞാൻ എന്തിനാണ് അയാൾ കള്ളം പറയണം? അയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ മെച്ചമാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു ആർട്ടിസ്റ്റാണ്, കള്ളം പറയാൻ അറിഞ്ഞൂടെ ഇനി എങ്ങനെയാണെന്ന്. ആരുടെ അകത്ത് കയറി നോക്കാൻ പറ്റും നമുക്ക്, മനസ്സിൻ്റെ അകത്ത്. ഈ പറയണതൊക്കെ വിശ്വസിക്കുക കേൾക്കുക എന്നുള്ളതല്ലാതെ. സോബി പറയുന്നുണ്ട് ഈ കേസിന് പിന്നാലെ പോയപ്പോൾ സോബിക്ക് വധഭീഷണി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടാവാം, നമുക്കൊരു പിടിയില്ല. അയാൾക്ക് നമ്മളോട് പ്രത്യേക താല്പര്യത്തിൽ കാര്യമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ നേരത്തെ യാതൊരു പരിചയമില്ല. അപ്പോൾ അയാൾ ഇങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി പറയണതായിരിക്കും, എന്തോ അറിഞ്ഞൂടാ. ലക്ഷ്മി ചേച്ചി പറയുന്നത് സോബി പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ നടന്നിട്ടേ ഇല്ല എന്നാണ്. ഇല്ലായിരിക്കും. ഇപ്പം നമ്മളെന്തോ, ഞാൻ എന്തോ പറയാം. ആകെ ലക്ഷ്മി ചേച്ചിക്ക് തോന്നിയത് കാർ ഓടിച്ചിരുന്ന അർജുൻ ഒന്ന് പതറിയിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ ഒരു പതർച്ച കാണുമ്പോൾ ചോദിച്ചൂടെ ലക്ഷ്മി ചേച്ചിക്ക് അർജുൻ നിർത്താൻ പറയണോ അവിടെ? എന്തിനാണ് നീ പതറിയിരിക്കുന്നത്? അതല്ലേ അവള് ആ സമയത്ത് അവനോട് കാർ നിർത്താൻ പറയണമായിരുന്നു. അച്ഛൻ ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം എപ്പോഴെങ്കിലും ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടില്ല? ഇല്ല, അവളോട് സംസാരിച്ചിട്ടേ ഇല്ല ബാലു മരിച്ചതിന് ശേഷം. അല്ല, ലക്ഷ്മിക്ക് ഈ ആക്സിഡന്റിന് ശേഷം ആരോടും സംസാരിച്ചിട്ടില്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു പ്രാവശ്യം പോയി അവിടെ, പക്ഷെ അപ്പം അന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഒന്നും ആയില്ല, സംസാരിച്ചില്ല അധികം. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഞാൻ പോകും. അപ്പോൾ അവളുടെ അമ്മയും ഞാനുമായിട്ട് ചെറിയൊരു സംസാരം ഉണ്ടായി അവിടെ, വഴക്ക് പോലെ, വഴക്കല്ല എന്നാലും അതുപോലെ. അപ്പോൾ ഞാൻ പോന്നപ്പോൾ അവളോട് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ വരില്ല അങ്ങോട്ടെന്ന് പറഞ്ഞു. കാരണം അവർ എന്നോട് വളരെ റൂഡായിട്ടാണ് സംസാരിച്ചത്, അവളുടെ അമ്മ. അപ്പം ഞാൻ അങ്ങ് പോന്നു. ലക്ഷ്മിയുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആക്സിഡന്റ് ആണ്, ഭർത്താവ് മരിച്ചു, കുഞ്ഞു മരിച്ചു, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. ലക്ഷ്മിയുടെ അമ്മ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സാറിന്റെ അടുത്ത് പ്രതികരിച്ചത്? അവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, മോളുടെ കണ്ടീഷൻ ഇങ്ങനെ ആയില്ലേ. സാറിനും അതേപോലെ ഒരു അവസ്ഥയാണല്ലോ, സ്വന്തം മോൻ നഷ്ടപ്പെട്ടു. അതെ, അപ്പം അതവർ കൺസിഡർ ചെയ്യുന്നില്ല. അതിനിപ്പോൾ ഞാൻ അവരെ എങ്ങനെ കുറ്റപ്പെടുത്തണത്? അങ്ങനെ ഒന്നുമില്ല. അവർക്ക് എന്നോട് ദേഷ്യം വരാൻ കാരണം ഈ ഫ്രസ്ട്രേഷൻ ആയിരിക്കണം. കാരണം അവരുടെ മോളുടെ കണ്ടീഷൻ ഇതായിപ്പോയി. അവളാണ് ഈ കാലിൻ്റെ മുട്ടൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ പറഞ്ഞു കേട്ടോ. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു നമുക്ക് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിരുന്നോ ഇല്ലെന്നോ. ഇന്നലെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല, ബ്രെയിൻ ഇഞ്ചുറിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. കാലിൻ്റെ മുട്ട് വളരെ മോശമായ രീതിയിൽ പൊടിഞ്ഞൊക്കെ പോയിരുന്നു. ആ ഒരു അവസ്ഥ അച്ഛൻ അറിയായിരുന്നു? അതെനിക്കറിയാം, ഹോസ്പിറ്റലിൽ വെച്ച് അറിയാമല്ലോ. ഹോസ്പിറ്റലല്ല, അച്ഛനും ലക്ഷ്മിയുടെ കൂടെ തന്നെ നിന്നായിരുന്നു. ലക്ഷ്മിയുടെ കൂടെ അല്ല, ബാലു ഉണ്ടായിരുന്നല്ലോ 7 ദിവസം. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം എടുത്ത് ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നു.
ഈ 7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ബാലുച്ചേട്ടൻ എപ്പോഴെങ്കിലും അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചായിരുന്നോ? ശ്രമിച്ചായിരുന്നു, പക്ഷെ അവൻ എന്തൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലല്ലോ. അവൻ്റെ ഈ സ്പൈനൽ കോഡ് പോയതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ സ്റ്റീഫൻ ദേവസി ആ റൂമിൽ കയറിയിട്ട് 48 മിനിറ്റ് സംസാരിച്ചിട്ടൊന്നും പറയുന്നത് അത് എന്തോ എനിക്കറിഞ്ഞൂടാ, സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരാളെ എന്തിനായിരിക്കും അതിൻ്റെ അകത്ത് കയറ്റാൻ അതും അച്ഛൻ അറിഞ്ഞൂടാ. സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചൊന്നുമില്ലല്ലോ. ഞാൻ ഇപ്പുറത്തെ ഒരു റൂമിൽ നമ്മൾ ഉണ്ടായിരുന്നുള്ളല്ലോ, ഞാനും ഇവനെ കയറ്റി സംസാരിപ്പിച്ചൊന്നുമില്ല. അതോടത്തെ ഡോക്ടർമാരെ സ്വാധീനിച്ച് അവൻ കയറി കാണുമായിരിക്കും. സ്റ്റീഫൻ ദേവസിക്ക് എന്തെങ്കിലും അറിയാവുന്നത് പോലെ തോന്നുന്നുണ്ടോ അച്ഛന്? ഞാൻ എന്ത് പറയാനാ? അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ ഇതിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് തന്നെ ആണെന്നാണ് എനിക്ക് തോന്നണത്. അത് തന്നെയാണ്. അവര് ഇതിനറിയാതെ ചിലപ്പോൾ ആ വണ്ടിക്കകത്ത് ഈ സാധനം വെച്ചിട്ട് ആരെങ്കിലും ചേസ് ചെയ്ത് കാണും, ചിലപ്പോൾ ഈ പൊട്ടിക്കാൻ വേണ്ടി. അത് അർജുനന് അറിയായിരിക്കും. ഈ ആക്സിഡൻറ്റിൽ അർജുനൻ ഇൻവോൾവ് ആണ്. അതിനെക്കുറിച്ച് അറിയാം. ഇല്ല, അത് ലക്ഷ്മി പറയണത് പോലെ പ്ലാന്റ് ഒന്നും മറ്റേ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു ഇൻ്റർസെപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇവൻ വണ്ടി അടിച്ച് വിട്ടിട്ടുണ്ടാവും യാതൊരു കൺട്രോളും ഇല്ലാതെ. 110 120 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് വണ്ടി നിന്നത്. സാധാരണ രീതിയിൽ അത്രയും സ്പീഡിലൊന്നും ഓടിക്കൊന്നുമില്ല ആരും. അപ്പോൾ അതിനകത്ത് സാധനം ഉണ്ടായിരുന്നു എന്ന് മറ്റേ ആരെങ്കിലും വിചാരിച്ച് ഇവനെ ചേസ് ചെയ്തതാണോ, അത് ശരിക്കും ഉണ്ടായിരുന്നോ ബാലു അറിയാതെ? കാരണം ഈ അമ്പലത്തിൽ കൊണ്ടേ വിട്ടതിന് ശേഷം 4-5 മണിക്കൂർ ഈ അർജുനെ കുറിച്ചൊന്നും ഒരു വിവരമില്ല. അപ്പോൾ ഈ വണ്ടിയും കൊണ്ട് അവൻ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ലക്ഷ്മിക്കും അറിഞ്ഞുകൂടാ. അവളെങ്ങനെ അറിയാൻ? പാവം കൊച്ചിനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇവൻ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. ബാലുച്ചേട്ടൻ അറിയാതെ തന്നെ അർജുൻ കാറിൽ സ്വർണം കിടത്തുന്നുണ്ടായിരിക്കുമല്ലേ? എന്തുണ്ടായിരുന്നിരിക്കാം, അവൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെ. എന്താണ് ജോർജ് ജോസഫ് എന്നോ മറ്റോ പറയുന്ന ഒരു റിട്ടയർഡ് DYSP ഉണ്ടായിരുന്നല്ലോ, DSP. അങ്ങനെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞു അത് ഇൻ്റർസെപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് 100% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിച്ച് ആരോ ഫോളോ ചെയ്തിട്ടുണ്ട്, അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ രൂപ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല നിങ്ങളുടെ പോക്കറ്റ് അടിക്കണത്. പോക്കറ്റ് അടിച്ചതിന് ശേഷമായിരിക്കും ഇല്ല എന്ന് മനസ്സിലാവണം. അതേപോലെ അതിനകത്ത് എന്തോ സ്വർണ്ണമോ അതുപോലെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് ആരോ ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഈ അർജുനനറിയാം. അതുകൊണ്ടാണ് അത്ര സ്പീഡ് 110 കിലോമീറ്റർ സ്പീഡിലൊക്കെ സാധാരണഗതിയിൽ ഈ രാത്രി ഒരു കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വരേണ്ട കാര്യമില്ല അവന്. അപ്പോൾ അവൻ പക്ക ക്രിമിനൽ തന്നെയാണ്, അതിന് യാതൊരു തർക്കമൊന്നുമില്ല. അതൊന്നും ആരും സമ്മതിക്കില്ല, ചാർജ് ഷീറ്റിലൊന്നും വരില്ലായിരിക്കും അത്. പക്ഷേ ആണ് അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ ഇപ്പോൾ കേസ് പിടിച്ചത്. ആരെങ്കിലും ചേസ് ചെയ്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബാലുച്ചേട്ടനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അർജുനെയല്ലേ ഓരോന്നും ചെയ്യേണ്ടത്. പക്ഷെ അർജുനെ വലുതായിട്ട് അവൻ്റെ ആളായിരിക്കും ഈ ചേസ് ചെയ്യണത്. ഇവരൊരു ഗ്യാങ് ആണല്ലോ, ആരാണെന്നൊക്കെ. ഇപ്പം സ്വർണം അവനെ തന്നെ കിട്ടിയ എന്ത് കഴിക്കുമോ അവർക്ക്? അർജുനന് ഈ പൊട്ടിച്ച് കൊണ്ടുപോകണതിന് പകരം അവനെടുത്ത് എന്ത് കുഴപ്പം? ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂർ അവൻ ഒറ്റയ്ക്കായിരുന്നു വണ്ടിയിൽ. ആ സമയത്ത് അവൻ എന്ത് ചെയ്യായിരുന്നു? തൃശ്ശൂർ ഇങ്ങനെ കറങ്ങിക്കൊന്ന് നടക്കായിരുന്നു, എന്താണെന്നൊന്നും ഒരു പിടിയില്ല. സോബി പറയുന്നുണ്ട്, സോബി കണ്ടപ്പം ഒരു വെള്ള ജുബ്ബ ഇട്ട ഒരാള് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ഒരു പ്രമുഖ ജ്വല്ലറി ഉടമയാണെന്ന് ആയിരിക്കും ചിലപ്പോൾ, നമുക്ക് ഒരു പിടിയില്ല. അയാൾക്കെല്ലാം അറിയാം അതിനെക്കുറിച്ച്. നമുക്ക് ഇവർ ജ്വല്ലറിക്കാരോ സ്വർണ്ണക്കാരോ ആയിട്ടൊന്നും നമുക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. സോബി പറയുന്നുണ്ട് ആ സമയത്ത് സോബി കാണാൻ പാടില്ലാത്തത് എന്തോ കണ്ടു കാണുമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ അച്ഛൻ ചോദിച്ചിട്ടില്ലേ സോബിയെ മാറ്റിയിരുത്തി എന്താ അങ്ങനെ കാണാൻ പാടില്ലാത്തത് കണ്ടത് എന്ന് ചോദിച്ചിട്ട്? ഞാൻ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളോട് തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞാലും ഒരു ലോജിക്കലായിട്ടൊന്നും അല്ലല്ലോ. എന്തൊക്കെ പറയണോ ഈ വട്ടുപിടിച്ചതുപോലെ എന്നുള്ളതല്ലാതെ എനിക്കൊരു സ്ട്രോക്കൊക്കെ വന്നു, ഒരു കോൺസെൻട്രേഷൻ ഒന്നുമില്ല സംസാരിക്കുന്നതിന്. അങ്ങനെ ജീവിക്കും, നടക്കാനൊന്നും പറ്റില്ല എനിക്ക്. നടന്നാൽ ബാലൻസ് ഒന്നും കിട്ടില്ല. ബാലുച്ചേട്ടൻ്റെ മരണത്തിന് ശേഷമാണോ അച്ഛൻ ഇത്ര ഡൗൺ ആയത്? കൂടുതൽ ഡൗൺ ആയത് എൻ്റെ മരണത്തിന് ശേഷം. ഡെസ്പായി പോയി. പിന്നെ ബ്രെയിനിന് എനിക്ക് പ്രശ്നമുണ്ട്, സ്ട്രോക്ക് വന്നതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ അത് കൂടുതൽ മാനസികമായിട്ട്
ഫിസിക്കലായിട്ടുള്ള അല്ലാതെ മാനസികമായിട്ട് തകർന്ന അവൻ്റെ മരണത്തിന് ശേഷം. അതിനുശേഷം എൻ്റെ മോളും മരിച്ചുപോയി. അപ്പൊ ലക്ഷ്മിയുടെ വീട്ടുകാരെങ്കിലും വന്നായിരുന്നു? ഇല്ല, ആരും സ്വന്തം സഹോദരിയാണല്ലോ വന്നില്ല. എന്നിട്ടില്ല. അവളും വന്നില്ല, ആരും വന്നില്ല. ലക്ഷ്മിയുടെ സഹോദരന് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ആരും വന്നില്ല. അവരൊക്കെ നമ്മളെ ശത്രുവായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ മനസ്സിൽ കല്യാണം അവരെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കും. കല്യാണം അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോംപ്രമൈസ് ആയല്ലോ. അവർ തമ്മിലല്ല, നമ്മുടെ മനസ്സിന് നമ്മൾ തന്നെ അവരോട് വൈരാഗ്യമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇന്റർവ്യൂവിൽ കണ്ടത് ഒരു ഭർത്താവും മകളും മരിച്ച ഒരു സ്ത്രീയുടെ പ്രതിരൂപം തന്നെയാണോ കണ്ടത്? വിഷമം ഒന്നും ഇല്ലാത്തതുപോലെ തന്നെയാണോ കണ്ടത്? വിഷമമൊക്കെ ഉണ്ട് അവളുടെ മുഖത്ത് കണ്ടാൽ അറിയാലോ. വിഷമം ഉണ്ടെന്നുള്ള വിഷമിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ വിഷമിക്കും. കാരണം അവൾ ഈ ഇവൻ്റെ മരണത്തിലൊക്കെ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുമില്ല. കാരണം അവനെ കൊന്നിട്ട് ഇപ്പോൾ അവൾക്ക് എന്ത് കിട്ടാൻ? അവൾക്കല്ലേ നഷ്ടം. ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് കഴിയണ്ടേ? വേറെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് പങ്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അന്ന് നടന്ന കാര്യങ്ങള് ഫുള്ളായിട്ട് ലക്ഷ്മി പറയാത്തത് ആരെങ്കിലും ഭയന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ, ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്ത് വന്നാൽ അതിൽ ബാലുച്ചേട്ടന്റെ പേരൂടെ വരും. ബാലു എന്നത് കലാകാരൻ മാത്രമല്ല, ഒരു സ്വർണ്ണക്കടത്തുകാരൻ ആണെന്നുള്ള ഒരു പേരൂടെ സമൂഹത്തിൽ വരും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോണ്ട് പറയണ അവൻ അങ്ങനെ പേര് വന്നാൽ വരട്ടെ എന്നാ തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേര് വരണം എന്നാണ് ഞാൻ പറയണത്. പക്ഷെ അവനങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. അത് ഉറപ്പാണ്. അച്ഛൻ വിശ്വസിക്കുന്നു? 100%. അവന് വളരെ നല്ലൊരു ജെന്റിൽമാനാണ് അവൻ. ആ ഒരു ഫണ്ട് ബാലുച്ചേട്ടന് ഒരു പ്രോഗ്രാം തന്നെ കിട്ടിയാൽ നേടാവുന്നതല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനകത്ത് അവന് ഈ സ്വർണ്ണക്കടത്ത് ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല അവന്. ലക്ഷ്മിക്ക് അങ്ങനെ വല്ല സ്വർണത്തിനോടോ അല്ലെങ്കിൽ പൈസയോടോ വല്ല ആർത്തി ഉള്ളതായി? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആർത്തിയില്ല? ആർത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലക്ഷ്മിയുടെ വീട്ടുകാർക്കോ? അവരെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ വീടുമായിട്ട് ബാലുച്ചേട്ടന് ഒരു അറ്റാച്ച്മെന്റ് വരുത്തിക്കാതെ ഫുള്ളായിട്ട് അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക്. നമ്മളുമായിട്ട് അവന് അടുപ്പം ഉണ്ടാവരുതെന്ന് അവരാഗ്രഹിച്ചിരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അവരെ നമ്മളിൽ നിന്നും അവനെ അകറ്റി കൊണ്ടുപോകണം, പറിച്ചെടുത്ത് അങ്ങോട്ട് വയ്ക്കണം. അത് തോന്നിയിട്ടുണ്ട് എനിക്ക്. ബാലുച്ചേട്ടന്റെ പ്രോഗ്രാമിന്റെ തുകകളെല്ലാം കുറച്ചെങ്കിലും വീട്ടിൽ തരുമെന്ന് പേടിച്ചിട്ടായിരിക്കുമോ? അത് അങ്ങനെ ഉണ്ടാവാം, അറിഞ്ഞൂടാ. പക്ഷെ അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാശ് അച്ഛന് വേണോ? ഞാൻ വേണ്ടെന്ന് പറയും. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ശമ്പളമുണ്ട്. വേണോന്ന് ചോദിക്കാതെ അറിഞ്ഞ് തന്നിട്ടുണ്ടോ? അതായത് ഈ വേണോന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറഞ്ഞാൽ തരുമല്ലോ. ബാലുച്ചേട്ടൻ സ്വന്തം ചേച്ചിയോട് വലിയ ഇഷ്ടമായിരുന്നു. അവന് വലിയ ഇഷ്ടമായിരുന്നു. അവളുടെ അവസാന കാലത്തൊക്കെ ട്രീറ്റ്മെൻറ്റിന് മുഴുവൻ അവനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവനാണ് കൊണ്ടുപോയി പൈസയൊക്കെ അവൻ തന്നെ ചിലവാക്കാം എന്നൊക്കെ അന്ന് ഡോക്ടറോട് പറഞ്ഞിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ, ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിക്കണ്ട, ഞാൻ തരാം എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞിരുന്നതായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും മരിച്ചും പോയി. ലക്ഷ്മിക്ക് ഈ ഒരു ചേച്ചിയെ ഇഷ്ടമായിരുന്നോ? അച്ഛന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നോ ബാലും ലക്ഷ്മിയുടെ ഇവിടെ വന്ന് താമസിക്കണമെന്ന്? ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഒരുമിച്ച് സന്തോഷമായിട്ട് താമസിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരാരാ? ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കിട്ടണം, മുഴുവൻ ഒറ്റയ്ക്ക് തിന്നണമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ലല്ലോ. ശാന്തേവും ബാലുച്ചേട്ടനുമായിട്ട് എങ്ങനെയായിരുന്നു അടുപ്പം? ക്ലോസ് ആയിരുന്നു? ഒന്ന് അവർ പറയണം. വരാല് ഇവനെയൊക്കെ കൊണ്ടു നടന്നിരുന്ന അവനാണ്. പിന്നെ ഈ ലക്ഷ്മിയായിട്ട് ഇഷാൻ ദേവിന് ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു നല്ല സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ള കമ്പ്യൂട്ടർ, അതിനുള്ള പ്രോഗ്രാംസൊക്കെ ഇവൻ കൈകാര്യം ചെയ്തിരുന്നു. ആര്? ഇഷാൻ ദേവ്. അവൻ്റെ ഒരുപാട് മ്യൂസിക് അവൻ ചെയ്തിട്ടിരുന്നു കമ്പ്യൂട്ടറിൽ. അതൊക്കെ ഇവൻ കൊണ്ടുപോയി കാണും എന്നാണ് ഇപ്പോൾ പറയണ ആളുകൾ. ഇഷാനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ബാലുച്ചേട്ടനായിരുന്നു. അവരെ കൊണ്ടുവന്നതേ ബാലുവല്ലേ. ഇഷാൻ എന്നൊക്കെ പറയണതിന് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് പാടിച്ചു കൊണ്ടുവന്നത്. പക്ഷെ അവനൊക്കെ ഒരു ആത്മാർത്ഥമുള്ളവനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇഷാനെല്ലാം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇഷാൻ? ഇല്ല. അവനൊക്കെ നമ്മളെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് എപ്പോഴും. അവർക്കൊക്കെ അത്രയും ഒരു വൈരാഗ്യം വരാൻ എന്തായിരിക്കും കാരണം? സ്വാർത്ഥത അല്ല അതിൻ്റെ അകത്ത്. നമ്മളുമായിട്ട് ഇനി പറഞ്ഞ് അവനെ മാറ്റിയാലോ? അവർക്കെല്ലാം ഇപ്പോഴും ലക്ഷ്മിയായിട്ട് അടുപ്പമുണ്ട്. ലക്ഷ്മി ആരും അകറ്റി നിർത്തിയിട്ടില്ല.
അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വന്തം വീട്ടുകാരുടെ കൂടലേ നിൽക്കണ്ടേ? മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയാണല്ലോ. അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണ് കാര്യം, സാമ്പത്തികമാണോ എന്താണെന്നൊന്നും അവരൊന്നും അറിഞ്ഞുകൂടല്ലോ. ലക്ഷ്മിക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ലക്ഷ്മിയുടെ വീട്ടുകാർക്കെങ്കിലും പറയാലോ ആ ആക്സിഡന്റിനെ കുറിച്ച്. ലക്ഷ്മി എന്തായാലും വീട്ടുകാരോട് പറയാതിരിക്കില്ല. എന്ത് വീട്ടുകാർ, അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ലക്ഷ്മി അച്ഛനും ഉണ്ട്. അച്ഛനും ഉണ്ട്. ലക്ഷ്മിയുടെ അച്ഛനായാലും സഹകരിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഞാൻ മറ്റേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇവരുടെ ഒരുപാട് നാളത്തെ പ്രണയമായിരുന്നു. ഏയ് ഒരു 2-3 മാസത്തെ. അപ്പോഴേക്കും കല്യാണം വരെ കല്യാണമായി. അതാണ് അവർ പറയണത്. വർഷങ്ങളായി അറിയാവുന്നതൊന്നുമല്ല. ഈ യൂണിവേഴ്സിറ്റി കോളേജ് MAക്ക് ചേർന്നതിന് ശേഷമാണ് എന്നാണ്. ഞാനവിടെ അടുത്തായിരുന്നു. അപ്പോൾ ഇവൻ്റെ എല്ലാ മൂമെൻറ്റ്സും എനിക്കറിയാമായിരിക്കും. ഞാൻ യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് തൊട്ട് അടുത്ത് ഒരു മതിലല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ അറിയാമായിരുന്നു. 2-3 മാസത്തെ അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ ഒരു തമ്മിൽ. നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം ഇവന് വേറൊരു പ്രണയം ഉണ്ടായിരുന്നു കുറേ നാൾ. അത് പോയി. കോട്ടയത്തുള്ളൊരു പെണ്ണ്, അവൾക്കും വേറെ പ്രണയം ഉണ്ടായിരുന്നു, അതും പോയി. എല്ലാം എടുപിടിയുള്ള ഒരു മാരേജ്. അത്രയേ ഉള്ളൂ. എടുപിടിയായിട്ട് തന്നെയാണ് നടന്നത്. ചിലപ്പം ബാലുചേട്ടന് ഈ ഒരു പേര് പ്രശസ്തി ഉള്ളത് കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ്. പോവോ എന്ന് പേടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവൻ പേരും പ്രസക്തി ഇത് പൈസയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം നടന്നത്. ഒരു പക്ഷെ മുൻകൂട്ടി അറിയായിരിക്കും ബാലുചേട്ടൻ ഇത്രയും നല്ലൊരു നിലയിലെത്തും. മുൻകൂട്ടി അറിയാമെന്നില്ല, അപ്പോഴേ എത്തി കഴിഞ്ഞല്ലോ. കുറെ അപ്പോഴേ എത്തിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴേ പ്രോഗ്രാം എല്ലാവർക്കും ജനങ്ങളെയൊക്കെ അറിയാം. ബാലു വയലിനിൽ ബോയ് ഇടുമ്പോൾ തന്നെ അറിയാം ബാലു വേണം ഇട്ടെന്ന്. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇടുന്നത്. കാരണം 5-6 മണിക്കൂറൊക്കെ ഡെയിലി പ്രാക്ടീസ്. ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ വെളുപ്പാങ്കാലത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ കൊണ്ടുവിടുമായിരുന്നു അമ്മാവൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ. അവൻ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഗിഫ്റ്റായിട്ട് ദൈവം നേരിട്ട് കൊടുത്തതൊന്നുമല്ല, ഹാർഡ് വർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് ലക്ഷ്മി ചേച്ചി ഇന്നലെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ബാലുവിന് ലക്ഷ്മിയെക്കാട്ടിലും അല്ലെങ്കിൽ മകളെക്കാട്ടിലും ഏറ്റവും വലുതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും സംഗീതത്തിന് തന്നെയാണെന്ന്. അവനാ തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. സംശയമൊന്നുമില്ല. എത്ര വർഷത്തിന് ശേഷമാണ് അവർക്കൊരു കുഞ്ഞുണ്ടായത്? ട്രീറ്റ്മെന്റ് വല്ലതും എടുത്തിട്ടായിരിക്കും? അതെ അതെ. എന്താണ് അതിന് IVF എന്ന് പറയില്ലേ? IVF. അത് കൊടുങ്ങല്ലൂരൊരു സ്ഥലത്തെ ആശുപത്രിയുടെ പേര് ഞാൻ മറന്നുപോയി. നോക്കന്ന് എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോഴും? 2.5 വയസ്സാണ്. ഈ 2.5 വർഷത്തിന്റെ ഇടയ്ക്കും കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ഇവിടെ എപ്പോഴും വരുമായിരുന്നു. അമ്മയും അച്ഛനെയും എല്ലാം കൂടെ കൊണ്ടുവരുന്നു. അച്ഛനും മോളെ എങ്ങനെയായിരുന്നു? ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ നല്ല കാണാൻ കൊള്ളാവുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. മോളെ എന്തായിരുന്നു അച്ഛനെ വിളിച്ചോണ്ടിരുന്നത്? അച്ചാച്ചാന്ന്? അങ്ങനെ ഒന്നുമല്ല, സംസാരിക്കാനൊന്നും തുടങ്ങിയില്ലല്ലോ അപ്പോഴേക്കും. 2 വയസ്സ് കാണുമായിരിക്കും. മോള് മരിച്ചപ്പം അച്ഛന് എങ്ങനായിരുന്നു? മോനെക്കാട്ടിലും, അതായത് ബാലുചേട്ടന്റെ ഒരു അവസ്ഥയും മോള് അപ്പൊ തന്നെ മരിച്ചു പോയില്ലേ? അപ്പം അച്ഛൻ അതെങ്ങനെ ഉൾക്കൊണ്ടെന്ന് പറഞ്ഞപ്പോ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ഭയങ്കര അടിയായിരുന്നു, ഭയങ്കര ഡെസ്പായിരുന്നു. സഹിക്കാൻ പറ്റാവുന്ന. കാരണം നമ്മുടെ അടുത്ത തലമുറ പോയല്ലോ, അതും ഇല്ലല്ലോ. ആ കൊച്ചായിരുന്നല്ലോ ഈ നമ്മുടെ ഈ തലമുറ വീണ്ടും കൊണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ മോള് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. 18 വർഷത്തിന് ശേഷം 18 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞായിരുന്നു. പിന്നെ തലയിലൊരു തല, എന്ത് പറയാൻ. ബാലുചേട്ടന്റെ ചേച്ചിക്ക് കുഞ്ഞിനെ എങ്ങനെയായിരുന്നു? ഭയങ്കര കാര്യമായിരുന്നു. മോളെ ഞമ്മള് വന്ന് താമസിച്ചിട്ടില്ല, അവളെ കണ്ടിട്ടില്ല. അവള് വാതിലടച്ചിരിക്കുമായിരുന്നു, വെളിയിലൊന്നും വരില്ല. ഒരു ഡിപ്രഷൻ മോഡിലായിരുന്നു അവള്. ഭയങ്കര ഒബീസിറ്റി, ഭയങ്കര തടിയായിരുന്നു. പിന്നെ കുറേ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. തൈറോയിഡ്, പിന്നെ കയ്യിലും കാലിലൊക്കെ നീര്. ഇങ്ങനെ പൊതുവേ അവൾ ആരുടെ മുമ്പിലൊന്നും വരാറില്ലായിരുന്നു, വാതിലടച്ചിട്ടിരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ട്രീറ്റ്മെൻറ്റിനും ഒന്നും സഹകരിച്ചില്ല അവൾ കുറേ കാലം. അതുകൊണ്ടൊക്കെയാണ് ഈ മരണം പെട്ടെന്ന് വന്നത്. അതേപോലെ തന്നെ ബാലുചേട്ടന്റെ ഗുരുവായ ഇവിടുത്തെ അമ്മയുടെ സഹോദരൻ മരിച്ചായിരുന്നു. അതും അച്ഛന് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു. ആയിരുന്നല്ലോ, നാച്ചുറലി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സും ആയിരുന്നു. ബാലുചേട്ടന്റെ ജീവിതം ഒരു പരാജയമായിരുന്നു എന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടോ? പരാജയം എന്ന് പറഞ്ഞാൽ അവൻ എത്തേണ്ടടുത്ത് എത്തിയില്ല, അതൊന്ന്. രണ്ടാമത്
പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അവരെയൊക്കെ ഈ ലക്ഷ്മിക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും അവൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും പറയാനില്ല. അവൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തോൽവിയല്ല ഉദ്ദേശിക്കുന്നത്, ഉദ്ദേശിച്ച രീതിയിൽ ഫ്ലറിഷ് ചെയ്തില്ല. അച്ഛന് ഇപ്പോഴും ഈ ഒരു കേസ് തെളിയിക്കണം എന്ന് തന്നെ പിന്നെ ആഗ്രഹമുണ്ട്. തെളിയാൻ ഉണ്ടോന്നൊന്നും എനിക്കറിഞ്ഞൂല. CBIക്കാർ ഇപ്പോഴും പറഞ്ഞേക്കണം ഒന്നുമില്ല എന്നാണ്. CBIയുടെ അന്വേഷണത്തിൽ എന്തുകൊണ്ട് അച്ഛന് തൃപ്തിപ്പെട്ടില്ല? അവർ പറയുന്നതും കള്ളമാണെന്ന് തോന്നിയോ? കള്ളമല്ല, അവർ അന്വേഷിച്ചിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർ കള്ളമൊന്നും പറയേണ്ട കാര്യമില്ലായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്, ഗോൾഡ് സ്മഗ്ലേഴ്സ് മാഫിയ. അവരിനി ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ല എന്നൊന്നും നമുക്കറിഞ്ഞൂടല്ലോ. അച്ഛന് അവരുടെ സൈഡിൽ നിന്ന് എപ്പോഴെങ്കിലും കോൾ വന്നിട്ടുണ്ടോ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ കയ്യിൽ നിന്ന്? ഈ കേസിന് പിന്നാലെ പോകണ്ട, ആരും പറഞ്ഞിട്ടില്ല, വധഭീഷണി ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ പോരാടിയത് തന്നെ ചെയ്യും. അവരങ്ങനെ പറഞ്ഞാലും പോരാടുന്ന് പറഞ്ഞാൽ എന്തോന്ന് പോരാടാൻ, ഇങ്ങനെയൊക്കെ പറയാന്നുള്ളതല്ലാതെ. ലക്ഷ്മി പക്ഷേ പറയുന്നുണ്ട് CBIയുടെ അന്വേഷണം കറക്റ്റ് ആയിരുന്നു, എല്ലാ ഫൈൻഡിങ്സും അവർ കണ്ടെത്തിയിട്ടുണ്ട്, എല്ലാം കറക്റ്റ് കാര്യമാണ്, ലക്ഷ്മി പറയാൻ വിട്ടുപോയ ഓരോ കാര്യങ്ങൾ പോലും CBI അന്വേഷിച്ച് കണ്ടെത്തിയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ അന്വേഷണം ശരിയാണെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസമൊന്നുമില്ല. പിന്നെ അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് അങ്ങനെ തോന്നി കാണുമായിരിക്കും. ഇനിയും മുമ്പോട്ട് തന്നെ പോവാനാണോ അച്ഛൻ തീരുമാനിച്ചത്? പോണത് വരെ പോട്ടെന്നേ. മുമ്പോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ യുദ്ധമൊന്നും അല്ലല്ലോ നമ്മൾ ഇറങ്ങി ഈ പടവെട്ടാൻ. നമ്മുടെ മോന്റെ കേസ് നമുക്ക് നമുക്ക് തെളിയണമെന്ന് ആഗ്രഹമുണ്ടോ അതിനനുസരിച്ച് നമ്മളൊരു വക്കീലിനെ വെച്ചിട്ടുണ്ട്. അയാൾ മിക്കവാറും ഇപ്പം ഇതാണ്ട് ഇന്നലെ മിനിയാന്ന് മറ്റോ കേസ് ഫയൽ ചെയ്ത് കാണും. അച്ഛന് തോന്നുന്നുണ്ട് ഈ കേസ് എങ്ങും എത്താതെ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ അപ്പുറത്തുള്ളവർ ഭയങ്കര പവർഫുള്ളാണ്, സാമ്പത്തികമായിട്ടും അല്ലാതെ എന്തിനും മടിയില്ലാത്തവരാ. നമ്മളെന്ത് പറയാൻ. എന്തായാലും അച്ഛൻ്റെ പോരാട്ടം ഇനിയും തുടരട്ടെ, കേസ് ലാസ്റ്റ് വരെ എത്തട്ടെ, സത്യം എന്തായാലും ജനങ്ങൾ അറിയട്ടെ. നമ്മുടെ ആഗ്രഹം. താങ്ക് യു വെരി മച്ച്.